ചോദിച്ചു. മകളിൻ്റെ ഫാദറാണ്. ഞാൻ പറഞ്ഞു ഒരു രാജാവാണെന്ന്. കിരീടവും ചെങ്കോലും സിംഹാസനവുമുള്ള ഒരു രാജാവ്. പിന്നെ എന്നെ കാണുമ്പോൾ കളിയാക്കി വിളിക്കുമായിരുന്നു പ്രിൻസ്, രാജകുമാരൻ, രാജാവിൻ്റെ മകൻ. യെസ്, ഐ ആം എ പ്രിൻസ്, അണ്ടർവേൾഡ് പ്രിൻസ്. അത്രോ ലോകങ്ങളുടെ. ഇത് കണ്ടപ്പോഴേ സത്യം പറഞ്ഞാൽ ഈ ചുറ്റുപാടുമുള്ളതൊന്നും നമ്മൾ കാണത്തില്ല. ലാലേട്ടൻ്റെ പ്രത്യേകിച്ച് സിനിമ കാണുമ്പോഴും അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് ഷോ കാണുമ്പോഴും സ്വന്തമായിട്ട് എനിക്ക് തോന്നുന്നു 3-4 മണിക്കൂർ സ്വന്തമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നത്. ലാലേട്ടൻ്റെ പരിപാടികൾക്കെല്ലാം, സിനിമായുടെ പരിപാടിക്കെല്ലാം ഏറ്റവും കൂടുതൽ കേരളത്തിനേക്കാൾ കൂടുതൽ സ്റ്റേജ് പരിപാടിക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലാണ്. പ്രത്യേകിച്ച് വളരെ നാളിന് ശേഷം ലാലേട്ടൻ എത്തുന്നു, അവിടെ തിളച്ചു മറിഞ്ഞു എന്നാണ്. നമ്മളിന്ന് സോഷ്യൽ മീഡിയ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാവരും റീൽസ് ചെയ്യുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. എവിടെ തിരിഞ്ഞു നോക്കിയാലും ലാലേട്ടൻ്റെ പാട്ട്, ലാലേട്ടൻ്റെ ഡാൻസ്, ലാലേട്ടൻ്റെ സ്ക്രിപ്റ്റ് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും. ഒരു കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണം ലാലേട്ടനാണ്. കാരണം പാട്ടിന് പാട്ടുണ്ട്, ഡാൻസിന് ഡാൻസുണ്ട്. ഈ പ്രായത്തിലും ഇങ്ങനെ ഡാൻസ് കഴിക്കാൻ കഴിവുള്ള ഒരു മലയാളം നടനുണ്ടോ എന്ന് സംശയം. ഈ പ്രായത്തിൽ നിന്നല്ല, അദ്ദേഹത്തിന് ഏകദേശം 66 വയസ്സോളമായി. അദ്ദേഹത്തിനോട് വെല്ലാൻ മലയാളത്തിൽ ഇപ്പോഴേ ചെറുപ്പക്കാർക്ക് പോലും കഴിയാറില്ല. ആ രീതിയിലുള്ള അത് ഡാൻസ് പഠിച്ചിട്ടൊന്നുമില്ല, എന്നാലും അത് നമ്മളൊന്ന് കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ട് വലിയ ഗായകനൊന്നുമല്ല, എന്നാലും ആവറേജ് രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അദ്ദേഹത്തിന് പാടാൻ കഴിയുന്നു. അതുപോലെ സ്റ്റേജ് പെർഫോമൻസ് എന്ന് വേണ്ട ലാലേട്ടൻ എന്താ പറയുന്നത്, ഒരു വല്ലാത്തൊരു അത്ഭുതമായിട്ടാണ്. ഇത് ജർമ്മനിയിൽ നിന്ന് വരുന്ന എല്ലാ റീൽസും നമ്മൾ കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള സാധനങ്ങളാണ്. അതുപോലെ രാജാവിൻ്റെ മകൻ്റെ ഡയലോഗ് പറയുന്നു, അതുപോലെ വിൻസെൻ്റ് ഗോമസിനെ പോലെ വരുന്നു. ഈ താടിയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയത് വിൻസെൻ്റ് ഗോമസിൻ്റെ അങ്ങനെ ഒരു പടമാണ് ഇനി ലാലേട്ടൻ്റെ വരണ്ടേ. ഒരു അധോലോക നായകൻ, പഴയ വിൻസെൻ്റ് ഗോമസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പൊളിക്കില്ലേ. എനിക്ക് തോന്നുന്നു അത് തന്നെ വീണ്ടും കൊണ്ടുവന്നാലും മതിയെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ ലാലേട്ടനുമായിട്ട്. ആ രൂപഭംഗിയൊക്കെ ഒരു പ്രത്യേക സ്റ്റൈല്. അതുപോലെ ലാലേട്ടൻ പ്രേക്ഷകർ പറയുന്നതിനനുസരിച്ച് മീശ വിരിക്കുന്നു, പ്രേക്ഷകരുടെ അഭിലാഷം അനുസരിച്ച് ഡയലോഗുകൾ പറയുന്നു. അങ്ങനെ ജർമ്മനി ഒരുപക്ഷെ ഇളക്കി മറിച്ച ലാലേട്ടനെ നമുക്ക് കാണാം. ജർമ്മനിയിലെ പരിപാടി കഴിഞ്ഞു, ലാലേട്ടൻ ലണ്ടൻ പിന്നെ അയർലൻഡും ഒക്കെ പരിപാടി ഉണ്ട് എന്നാണ് അറിയുന്നത്. അപ്പോൾ ഷൈൻ ടോം ചാക്കോ, അതുപോലെ ധ്യാൻ ശ്രീനിവാസൻ, നമ്മുടെ ചിത്ര എന്ന് വേണ്ട പ്രസിദ്ധരായ പല വ്യക്തികളും ലാലേട്ടനോടൊപ്പം ഉണ്ട്. ഷാജോണുണ്ട്, റംസാനുണ്ട്, അങ്ങനെ പലരും ഉണ്ട്. ഈ നൃത്തരംഗങ്ങളൊക്കെ കാണുമ്പം റംസാനാണ് ലാലേട്ടനോടൊപ്പം ഡാൻസ് ചെയ്യുന്നത്. റംസാൻ എന്ന് പറഞ്ഞാൽ ഈ ഡാൻസിൻ്റെ എല്ലാം അടിച്ച് കലക്കി കുടിച്ച വ്യക്തിയാണ്. അപ്പം പലപ്പോഴും റംസാനോടൊപ്പം ലാലേട്ടൻ നൃത്തം ചെയ്യുമ്പോഴെന്ന് പറയുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുമാറ് ആ ചുറുചുറുക്ക്, ആ സ്റ്റേജ് തന്നെ തൻ്റേതായി മാറ്റുന്ന ഒരു എന്താ പറയുക, ഒരു ഓറ ലാലേട്ടൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ലാലേട്ടൻ്റെ എല്ലാ പരിപാടി കാണുമ്പോഴും നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. സിനിമ കണ്ടാലും എത്ര കണ്ടാലും നമുക്ക് മതിയാതെ ആ സ്ക്രീനിലോട്ട് പടം പൊളിയായിക്കോട്ടെ. എന്നെ സംബന്ധിച്ച് പടം പൊളിയാണെങ്കിലും ലാലേട്ടനെ സ്ക്രീനിൽ കാണുക 2.5 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണ്. അതുപോലെ തന്നെ സ്റ്റേജ് പരിപാടി കാണുമ്പോഴും ബോറില്ലാതെ കണ്ടുകൊണ്ടിരിക്കാൻ ലാലേട്ടൻ എന്ത് കാണിച്ചാലും അത് അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും. ലാലേട്ടൻ എന്ത് കാണിക്കാലും എനിക്കത് ഇഷ്ടമാണ്. അത് അങ്ങനെയാണ് ഭൂരിപക്ഷം മലയാളികളും എന്നാണ് ഈ റീൽസൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഒരു വൻ വിജയം ആണ് ജർമ്മനി നേടിയത്. ലാലേട്ടൻ അവിടെ അടിച്ചു പൊളിച്ചു. അങ്ങനെയാണല്ലോ ഈ ഒരു സിനിമ ഇറങ്ങി കേരളത്തിൽ നേടുന്ന കളക്ഷനേക്കാൾ കൂടുതൽ ഇപ്പം വിദേശത്താണ് ലാലേട്ടൻ്റെ സിനിമകളെല്ലാം നേടുന്നത്. അതുതന്നെയാണ് ഈ സ്റ്റേജ് പരിപാടിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ലാലേട്ടൻ്റെ ഓണച്ചിത്രങ്ങൾക്ക് വേണ്ടിയൊക്കെയുള്ള കാത്തിരിപ്പാണ്. അതിനിടയിലാണ് ഇങ്ങനെയുള്ള റീൽസൊക്കെ വരുന്നത്. ഇന്ന് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുമൊക്കെ അടിച്ചു പൊളിക്കുകയാണ്. കണ്ടവരെല്ലാം റീൽസ് ഇടുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഇങ്ങനെ എനർജി ഈ വയസ്സിലും സമ്മതിച്ചു കൊടുത്തേ പറ്റും. ഇപ്പം അസൂയയും കുശുമ്പൊക്കെ ഉള്ളവരുണ്ട്, അവരൊരു വശത്ത് അടങ്ങിയിരിക്കുക. അല്ലാതെ ഇപ്പം ഞാനെന്ത് പറയാനാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ എത്തും വരെ ഓക്കെ ബൈ.